ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് തുർക്കിയും പ്രസിഡന്റ് എർദോഗനും. UN ജനറൽ അസംബ്ലിയിൽ പോലും രാജ്യത്തിൻ്റെ നിലപാട് തുറന്നടിച്ച രാജ്യമാണ് തുർക്കി. ഇസ്രായേലിനെതിരായ തുർക്കിയുടെ മറ്റൊരു തീരുമാനമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന് തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് തുർക്കി. COP29 കാലാവസ്ഥാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിലേക്ക് പോകാനാണ് ഹെർസോഗ് തുർക്കിയോട് വ്യോമാതിർത്തി മുറിച്ചു കടക്കാൻ അനുമതി തേടിയത്. അനുമതി നിഷേധിച്ച വാർത്ത തുർക്കി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഉച്ചകോടിയിൽ പങ്കെടുക്കില്ലെന്ന് ശനിയാഴ്ച ഇസ്രായേൽ പ്രസിഡന്റിൻ്റെ ഓഫീസ് വ്യക്തമാക്കി. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് തുർക്കി ഇസ്രായേൽ ബന്ധം വളരെ വഷളായിരുന്നു. ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും തുർക്കി വിച്ഛേദിച്ചതായി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. സൗദി അറേബ്യ, അസർബൈജാൻ എന്നിവിടങ്ങളിലെ സന്ദർശനത്തിനു പിന്നാലെ വിമാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് എർദോഗൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. തൻ്റെ നേതൃത്വത്തിൽ തുർക്കി ഭരണകൂടം ഇസ്രായേലുമായി ബന്ധം തുടരുകയോ വികസിപ്പിക്കുകയോ ചെയ്യില്ലെന്നും എർദോഗൻ പറഞ്ഞു. ഗസയിൽ വംശഹത്യ തുടരുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തുർക്കി ഭരണകൂടം തീരുമാനിച്ചത്. തങ്ങളുടെ ഭരണസഖ്യം ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഭാവിയിലും ഞങ്ങൾ ഈ നിലപാട് നിലനിർത്തും. റിപ്പബ്ലിക് ഓഫ് തുർക്കി എന്ന നിലയിലും അതിൻ്റെ സർക്കാർ എന്ന നിലയിലും ഞങ്ങൾ നിലവിൽ ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിരിക്കുന്നു. ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഉത്തരവാദിത്തം തെളിയിക്കാൻ തുർക്കി ആവുന്നതെല്ലാം ചെയ്യുമെന്നും എർദോഗൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗസയിൽ അധിനിവേശവും വംശഹത്യയും ആരംഭിച്ചതു മുതൽ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു വരുന്ന രാജ്യമാണ് തുർക്കി. കഴിഞ്ഞ വർഷം തങ്ങളുടെ അംബാസഡറെ ഔദ്യോഗികമായി തിരിച്ചു വിളിച്ചെങ്കിലും ടെലവീവിലെ തുർക്കി നയതന്ത്ര ദൗത്യം അവസാനിച്ചിരുന്നില്ല. പ്രാദേശിക സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ കഴിഞ്ഞ വർഷം അങ്കാറയിലെ തങ്ങളുടെ എംബസി ഒഴിപ്പിച്ചിരുന്നു. ഈ വർഷം ആദ്യം ഫലസ്തീനെ പിന്തുണച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരായി ഫയൽ ചെയ്ത വംശഹത്യാ കേസിൽ തുർക്കി ഇടപെട്ടിരുന്നു. ഇസ്രായേലുമായുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും കയറ്റുമതി ചെയ്യുന്നത് തടയാൻ ലക്ഷ്യമിട്ട് നവംബർ 1 ഐക്യരാഷ്ട്രസഭയിൽ തുർക്കി ആരംഭിച്ച ആയുധ ഉപരോധത്തിന് 52 രാജ്യങ്ങളും 2 അന്താരാഷ്ട്ര സംഘടനകളും പിന്തുണ അറിയിച്ചതായി എർദോഗൻ പറഞ്ഞു.